അസ്സലാമു അലൈക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ബീട്രൂട്ട് കോക്കനട്ട് റൈസ് റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ്, കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത്, ഒരു ടീസ്പൂൺ കടലയ്ക്ക് പകരമായി പീനട്ടും ഉപയോഗിക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് കളറ് മാറി വന്നാൽ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ 1/4 ടീസ്പൂണിലും താഴെയായിട്ട് കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായവും പിന്നെ 3-4 പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്കായിട്ട് 2 ബീട്രൂട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. ഈ 2 മിനിറ്റിലും കൂടുതലാവരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിന്റെ കളർ പാടെ മാറിപ്പോകും. ബീട്രൂട്ടിന്റെ കളർ നല്ലപോലെ മാറിക്കഴിഞ്ഞാൽ പിന്നെ റൈസിന് അത്ര തന്നെ കളർ കിട്ടൂല. അതുകൊണ്ടാണ് 2 മിനിറ്റ് മാത്രം മതി വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ ചോപ്പ് ചെയ്തതല്ലേ, പെട്ടെന്ന് തന്നെ വേവായി കിട്ടുകയും ചെയ്യും. ശേഷം ഇതിലേക്കായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടില്ല കേട്ടോ. 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നത്. ഈ ബീട്രൂട്ട് വേവിക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിലേക്കായിട്ടുള്ള റൈസ് വേവിച്ച് വെക്കണം. വൈറ്റ് ബസുമതി റൈസാണ്, അത് അപ്പുറത്ത് കിടന്ന് വേവണുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട്. അപ്പോൾ അതെങ്ങനെ വേവിച്ചെടുക്കുക? റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശകലം ഓയിലും ഒറ്റിച്ചു കൊടുത്താൽ റൈസുകൾ തമ്മിൽ ഒട്ടിപ്പോവില്ല. റൈസ് ഊറ്റി മാറ്റി വെക്കുന്ന സമയത്ത് റൈസ് വല്ലാതെ നിങ്ങൾ കുഴഞ്ഞു പോകരുത് കേട്ടോ. പാകത്തിനുള്ള വേവായാൽ ഊറ്റി മാറ്റി വെക്കാം. 1 കപ്പ് റൈസാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ 2 ബീട്രൂട്ടിലേക്ക് 1 കപ്പ് റൈസ് പാകമാണ്. വേവിച്ചെടുത്ത റൈസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക. വീണ്ടും കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോഴേ ഉള്ളൂ അത് ശരിയായി കിട്ടുക. കുറച്ചും കൂടി വലിയ കടായി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. റൈസും ബീട്രൂട്ടുമായി നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. എല്ലാ കുട്ടികളുടെയും കാര്യമല്ല കേട്ടോ. ചില കുട്ടികളെങ്കിലും ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അവരുടെ വയറ്റിലേക്ക് ബീട്രൂട്ട് എത്തിച്ചു കൊടുക്കാനുള്ള നല്ലൊരു മാർഗമാണിത്. പിന്നെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കണ സമയത്ത് പല കൂട്ടാനുണ്ടാക്കി സമയം കളയുന്നതിലും നല്ലത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾക്കത് വല്ലാതെ ഇഷ്ടപ്പെടും. വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും തന്നെ അവർക്കൊക്കെ വെറൈറ്റി ആയിട്ടൊരു റൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഈ കടലൊക്കെ ഉണ്ടല്ലോ, പൊട്ടുകടലയും കടലപ്പരിപ്പൊക്കെ, അതൊന്നും കാണൂല കേട്ടോ. കാരണം അതിൻ്റെയൊക്കെ കളറ് മാറിപ്പോയിട്ടുണ്ടാവും. ഇത് റൈസ് വിളമ്പി കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ബീട്രൂട്ട് കോക്കനട്ട് റൈസ് തയ്യാറായി കഴിഞ്ഞു. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഒന്നുകൂടി കൂടി കിട്ടുന്നത്. പറ്റുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് കാണാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.